ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മട്ടൻ കരൾ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയായി നമുക്ക് മട്ടൻ കരൾ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ കരളൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കരളിനോടൊപ്പം പതക്കരങ്ങളും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 6 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു ചട്ടി വെച്ച ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഉലുവ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. അതൊരു മൂത്തൊന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു 3 സവാള ഞാനിവിടെ എടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സവാള നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി നമുക്കൊരല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകുമാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 4 പച്ചമുളക് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിക്ക് ആവശ്യത്തിനായ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്ത് കൊടുത്തത്. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം, ഒരു ബ്രൗൺ കളറായി വരണം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഒരു 2 തക്കാളി ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 1 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മസാലയുടെയൊക്കെ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമ്മൾ കരളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം എടുക്കാതെ തന്നെ ഈ കരൾ നമുക്ക് ഈ
മസാലകളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മട്ടൻ കരളെല്ലാം ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഈ കരളിലെല്ലാം ഈ മസാല ഒന്ന് പിടിച്ചു വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിതൊന്ന് വരട്ടിയെടുക്കുന്നത്. നന്നായിട്ട് നമുക്കിത് കൈ ഇളക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം നമ്മുടെ കരളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ കരൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.